ആറാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയ പ്രീസീസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീസീസ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. അതായത് മറ്റൊന്നുമല്ല, ഒരു പാസേജ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീസീസ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് വേറൊന്നുമല്ല, ആ പാസേജ് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിന്റെ അർത്ഥങ്ങൾ ഒന്നും തന്നെ വിട്ടുപോകാതെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പുതിയ അർത്ഥങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ വളരെ വൃത്തിക്ക് ഷോർട്ട് ആയിട്ട് എഴുതുന്ന ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ ഇവിടെ പ്രീസീസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരിക്കലും പ്രീസീസ് എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്? ചെയ്യാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. മനസ്സിലായല്ലോ? സോ ഒരു പ്രീസീസ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീസീസ് എന്ന് പറഞ്ഞത് എന്താ? ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാസേജ് നമുക്ക് തരികയാണ്. അതിന്റെ പ്രീസീസ് എഴുതുക എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അതിന്റെ അർത്ഥങ്ങളൊന്നും പോകാതെ എന്ത് ചെയ്യാ, അതിന്റെ അർത്ഥങ്ങളൊന്നും വിട്ടുപോകാതെ കുറച്ച് ഷോർട്ട് ആയിട്ട് എഴുതുക. ഒരിക്കലും പ്രീസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു എന്താ പറയാ വലിയൊരു ലോങ് നറേറ്റീവ് ആയിട്ട് എഴുതേണ്ട ഒന്നല്ല. മനസ്സിലായല്ലോ? മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് പക്ഷെ അതിന്റെ അർത്ഥങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതേണ്ട ഒന്നാണ് എന്ത്? പ്രീസീസ്. ഓക്കെ. സോ നമുക്ക് നേരെ നമ്മുടെ പോയിന്റിലോട്ട് കിടക്കാം. എന്താ പ്രീസീസ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. പ്രീസീസ് എഴുതുന്നതിന് മുൻപ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അതായത് ഒരു പാസേജ്, മനസ്സിലായല്ലോ, ആ ഒരു പാസേജ് തന്നിട്ടുണ്ടാവില്ല, ആ പാസേജ് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? വൃത്തിയായിട്ട് മുഴുവനായിട്ട് അതിന്റെ അർത്ഥങ്ങളെല്ലാം തന്നെ അറിയുന്ന തരത്തിൽ നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാത്രമല്ല പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആ പാസേജിൽ നിന്നും എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്സ് പറ്റുമെങ്കിൽ മനസ്സിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പ്രീസീസ് എഴുതുമ്പോൾ മാക്സിമം നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. എന്താ? സിമ്പിൾ ലാംഗ്വേജ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകൾ ഒന്നും ഉപയോഗിക്കാതെ പറ്റാവുന്ന തരത്തിൽ അത്രയും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഇത് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? പിന്നീട് നമ്മൾ കാണുന്നത് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ പാസേജിൽ നിന്നുമുള്ള അൺഇമ്പോർട്ടന്റ്, അതായത് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും വിടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്? ഇതൊന്നും പ്രീസീസ് ഇൻക്ലൂഡ് ചെയ്യരുത്. ആ ഗിവൺ പാസേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ? പ്രീസീസിൽ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. മനസ്സിലായല്ലോ? മാത്രമല്ല ഒരു പ്രീസീസ് എഴുതുമ്പോൾ ഇതിന്റെ പോയിന്റ് ഓഫ് എൻ എക്സാം അല്ലെ, എക്സാം വ്യൂയിലൂടെ നോക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? തന്നിരിക്കുന്ന പാസേജിന്റെ 1/3 വലിപ്പമേ എന്തിന് പാടുള്ളൂ? പ്രീസീസിന് പാടുള്ളൂ. തന്നിരിക്കുന്ന പാസേജിന്റെ 1/3 വലിപ്പം അല്ലെങ്കിൽ അത്രയും ദൈർഘ്യമേ ഈ പ്രീസീസിന് എപ്പോഴും കാണാൻ പാടത്തുള്ളൂ. മനസ്സിലായല്ലോ? മാത്രമല്ല പ്രീസീസിന് എപ്പോഴും നല്ല ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. എന്ത് വേണം? ഒരു തലക്കെട്ട് വേണം. ഈ തലക്കെട്ട് എന്താകരുത്? കൂടുതൽ വലിപ്പമേറിയതോ അല്ലെങ്കിൽ ചെറുതോ പാടില്ല. കൂടുതൽ ചെറിയതോ അല്ലെങ്കിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു ടൈറ്റിലോ പാടില്ല. മനസ്സിലായി? ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു ടൈറ്റിൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഈ പ്രീസീസിന് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം എന്താ ഈ പ്രീസീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു എസ്സേ
ഓക്കെ. ഒരു എസ്സേ പോലെ അത്രയും ഇങ്ങനെ ഭയങ്കരമായിട്ട് എഴുതേണ്ട ഒന്നല്ല എന്ത് പ്രിസീസ്. മനസ്സിലായല്ലോ? അതിന് അതിൻ്റെതായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ചെറുതാക്കിയില്ലേ കുറച്ചായിട്ട് ഒതുക്കുന്ന അത്തരത്തിൽ വേണം എപ്പോഴും എന്ത് ചെയ്യാൻ നമ്മൾ പ്രിസീസിനെ എഴുതാൻ. മനസ്സിലായല്ലോ? പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ പ്രിസീസ് എഴുതുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്തല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തിടുന്ന പോയിന്റുകളെല്ലാം നമുക്കിവിടെ പ്രിസീസിൽ ഉൾപ്പെടുത്തേണ്ടത്. പകരം പാസേജിൽ തന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് മാത്രം എഴുതുക. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രിസീസ് എഴുതുമ്പോൾ എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് വേണം എപ്പോഴും ഈ പ്രിസീസ് എഴുതാൻ. മനസ്സിലായല്ലോ? ഒരു മൂന്നാമൻ ഇത് വായിച്ചു കഴിഞ്ഞ് എഴുതുന്ന തരത്തിലുള്ള അത്തരത്തിലാകണം എപ്പോഴും എന്ത് ചെയ്യാൻ മാത്രമല്ല ആ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ടെക്സ്റ്റിന്റെ ഒറിജിനൽ അങ്ങനെ വേണം അല്ലെ, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം, നമ്മൾ അത്രയും സത്യസന്ധത പുലർത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഈ പ്രിസീസ് എഴുതാൻ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്, പ്രിസീസ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും പറഞ്ഞതല്ലേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പ്രിസീസ് എഴുതുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ എക്സാമിന് ഈ ചോദ്യം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും അല്ലെ. അതായത് പ്രിസീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. ഇത്രയും ഓരോ പോയിന്റും വളരെ നല്ല രീതിക്ക് ഇപ്പൊ ഞാൻ വിശദീകരിച്ച് തന്ന പോലെ തന്നെ വളരെ നല്ല രീതിക്ക് പറ്റാവുന്ന രീതിക്ക് ഓൺ വേർഡ്സിൽ സിമ്പിൾ ലാംഗ്വേജിൽ എന്ത് ചെയ്യണം, വിശദീകരിച്ച് നിങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാരഗ്രാഫ്സുകൾ നമ്മുടെ യൂണിറ്റിൽ തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ്സുകളൊക്കെ ഒരു എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? അതായത് ഒരു പ്രിസീസ് എങ്ങനെ വേണം. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റ്സുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാകും. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ലെസൺ ഭയങ്കര ചെറിയ ലെസണാണ്. കാരണം ഈ ബ്ലോക്ക് 6 എന്ന് പറഞ്ഞ എപ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ഒരു ലെസൺ ആണ്. മനസ്സിലായല്ലോ? പക്ഷെ അതിൽ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി നമ്മൾ നന്നായി പഠിക്കുക തന്നെ വേണം. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റ്. നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ ആ പാസേജുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, സോ ഗുഡ് ലക്ക് ആൻഡ് ബൈ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.